ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാളായെന്ന് തോന്നുന്നു, ഏകദേശം 2 ആഴ്ച കൂടുതലായി നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ചെറിയൊരു ഡേ ഇൻ ലൈഫായിട്ട് ഇങ്ങനെ പോകാം. രാവിലെ നമ്മൾ ഉറക്കമൊക്കെ എണീറ്റേ ഉള്ളൂ, ഞായറാഴ്ചയാണ്. മണി ഇപ്പോൾ 8:45, 8:15 ആയപ്പോൾ എണീറ്റു. അപ്പം നല്ലൊരു മഴ പെയ്തു കേട്ടോ ഇന്നലെയൊക്കെ ഇവിടെ. അതിനുശേഷമുള്ള നല്ലൊരു ക്ലൈമറ്റ്. വെയിലും ഉണ്ട്, എന്നാൽ ചൂടും ഉണ്ട് കേട്ടോ. നമുക്കിന്നൊരു ഡേ മൈൻ ലൈഫ് ചെയ്യാം. ഒന്നും വലിയ പരിപാടിയൊന്നുമില്ല കേട്ടോ, വലിയ ജോലിയും കാര്യങ്ങളൊന്നുമില്ല. ചോറൊക്കെ ഇരിപ്പുണ്ട്. ഇവിടെ ജീവനെ പരിപാലിക്കുന്നു. കല്യാണി എന്നാ ആണാടാ ലിയോ? ലിയോ കുളിക്കണ്ടേ നമുക്കിന്ന്? ഓ, വീഡിയോ എടുക്കുന്നു എന്ന്. ഞാൻ അകത്തോട്ട് വരാം. ഇറങ്ങിപ്പോടാ വെളിയിൽ. ഇറങ്ങണ വെളിയിൽ. എൻ്റെ കയ്യിലൊന്നുമില്ല. അവിടെ കടാ, അവിടെ ഇരിക്കും. ഇങ്ങനെ കിടക്കാനല്ല പറഞ്ഞ, പുറത്തോട്ട് ഇറങ്ങിക്കടാ. ഇടിച്ചാ തീർന്നു. കുളിക്കണ്ടേ നമുക്കിന്ന്? കുളിക്കണ്ടേ? വേണ്ടേ? അത് നീ നിന്റെ ചേട്ടനെ പോലെ കുളിക്കേണ്ടാത്ത ചെമ്മോനായി വരികയാണോ? ലിയോ, 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 ഇങ്ങോട്ട് നോക്ക്. ലിയോ, കുളിക്കണ്ടേ? നമസ്കാരം ചെയ്യുന്നു. നമസ്കാരം. ഇരിയടാ, ഞാൻ അടി തരും. എൻ്റെ കല്ലിനെ എവിടെ പോണ്? അങ്ങോട്ട് ആ പൈനാപ്പിൾ ഇട്ടിരിക്കുന്ന മണം പിടിച്ചു വന്ന് ഞാൻ. അപ്പം ഒരു ചക്ക തന്നിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് ഇന്നലെ പിച്ചാൻ പറ്റും. പക്ഷെ ഇന്ന് ഞാൻ പുളിപ്പിച്ച് തിന്നാമെന്ന് വിചാരിച്ചാണ് അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ പൈനാപ്പിൾ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഇന്ന് തിന്നണം അല്ലേ ലിയോ? മൂക്കള ചാടി ചേട്ടൻ. അവന് സ്നേഹിക്കാനാണ് എനിക്ക് നിൽക്കുന്നത് കേട്ടോ. ഇങ്ങനെ നിന്ന് സ്നേഹിക്കണം. നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ കയറി നിൽക്കും. മാടി മാടി. അയ്യോ അയ്യോ അമ്മച്ചേ, അയ്യോ അയ്യോ. മതി മതി സ്നേഹിച്ചത്. പോ ഇരിക്കവിടെ. കൂട്ടിക്കയറല്ലേ? എനിക്ക് കഥവൊക്കെ അടിച്ച് പൊളിക്കും. കൂട്ടിപ്പോമ്പാ. നമുക്ക് ലിയോനെ കൂട്ടിക്കൊണ്ടാക്കിട്ട് പോ. ഞാനെ കൂട്ടിലാക്കണ്ടേ? ആ കൂട്ടിലാക്കാണ്ടാത്തത് നിന്റെ ഈ ബോഡി ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കരുത് വീഡിയോയില്. ഞാൻ ഇന്നലെ മുടിയൊക്കെ വെട്ടി ചുമ്മില്. ഇപ്പൊ കടിച്ചോണ്ട് പോകുന്നുണ്ടല്ലോ അവിടെ. ലിയോ കൂട്ടിക്കയറണ്ടേ? കൂട്ടിക്കയറണ്ടേ ലിയോ? കൂട്ടിപ്പോമ്പോ കൂട്ടിക്കയറാ. കൂട്ടിക്കയറാ. കൂട്ടിക്കയറ. കൂട്ടിക്കയറണ്ടേ? കൂട്ടിക്കയറണ്ടാത്ത വാഴകൾക്കൊക്കെ നല്ല ഒരു ഉന്മേഷം വന്നു കേട്ടോ. കാരണം കിളി കിടക്കുന്ന സൗണ്ട്. അപ്പം നമ്മൾ ഏത്തക്കൊല ഏതോ എന്തോ ഒരു നാടൻ പൂവൻ, ഞാലിപ്പൂവൻ, 2-3 കൊലകൾ നിൽപ്പുണ്ട്. എന്തായാലും വെള്ളം ഒഴിക്കണത് ഒരു ദിവസത്തേക്ക് ഹോൾഡ് ചെയ്ത്. നല്ല മഴ പെയ്ത കാരണം നല്ല നനവ് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും. ഹലോ ഹലോ. നമ്മളെ റംബൂട്ടാനാണ് കേട്ടോ. ഈ റംബൂട്ടാനിൽ പിടിച്ച് കെട്ടണം. ചാഞ്ഞ് കിടക്കുന്നു. ചാഞ്ഞ് വന്നല്ലോ. വള്ളി കെട്ടിയെന്നൊക്കെ പൊട്ടിപ്പോയി. രാവിലെ ഇറങ്ങി ഇങ്ങനെ പച്ചപ്പൊക്കെ കണ്ട് നടക്കാൻ നല്ല സുഖം കാണും. ഈ പച്ചപ്പ് കാണാൻ സുഖമൊക്കെ ഉണ്ട്. പക്ഷെ ഇരുന്ന് വീണ ചവർ തൂക്കണമായിരിക്കണം ഏറ്റവും വലിയ പാട്. കണ്ടില്ലേ നമ്മുടെ സപ്പോട്ട. ഇതാണ് ധ്യാനം വെച്ച് മരമാണ്. ഒരു തൈ നടാം ആ സമയത്ത് വെച്ച മരമാണ് ധ്യാനം. ഇത്രയും വലുതായി. കഴിഞ്ഞ വർഷം വെച്ചാണ്. ഓക്കെ, ഇനി നമുക്ക് രാവിലത്തെ കാപ്പി പരിപാടികൾ നോക്കാം. എന്ത് കാപ്പി ഉണ്ടാക്കാം എന്നുള്ള അടുത്ത ചർച്ചയിൽ.
വെയിലായിട്ടാണ്. നമുക്ക് രാവിലെ ഷീറ്റുകളൊക്കെ ഉണ്ട്, അതൊക്കെ കൊണ്ട് കഴുകാനിടാം. തുണി കഴുകാൻ ഈ ആഴ്ച ഇല്ല കേട്ടോ. വാഗമണ്ണിലൊക്കെ പോയിട്ട് വന്നായിരുന്നു, നേരത്തെ തുണിയൊക്കെ കഴുകൽ കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമുക്കെടുത്ത് മേടിപ്പോയി തുണി കഴുകാം. അപ്പോൾ നമ്മൾ തുണി കഴുകാനിടാൻ പോകുകയാണ് ഗൈസ്. അപ്പോൾ തുണിയൊക്കെ ഇട്ടു, ലിക്വിഡൊക്കെ ഒഴിച്ചു. നമുക്ക് ബെഡ്ഷീറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്, വെള്ളം തുറക്കണം. ഇത് ബെഡ്ഷീറ്റുകൾ മാത്രമേ ഉള്ളെങ്കിൽ ബെഡിങ്ങിനൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആവും. നമുക്ക് തലവണ ഉറയിലൊക്കെ നോർമൽ വാഷ് ഇട്ട് കഴിഞ്ഞാൽ തലവണ ഉറയിലൊക്കെ ചെറിയൊരു ഇത് കാണും. അപ്പം ബെഡിങ് ഇട്ട് കഴിഞ്ഞാൽ സമയം കണ്ടോ 1.5 മണിക്കൂർ എടുക്കും. നോർമൽ വാഷാണെങ്കിൽ 38 മിനിറ്റൊക്കെ എടുക്കത്തുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് ബെഡിങ് ഇട്ട് തന്നെ കൊടുക്കാം. കുറച്ച് തലവണ ഉറയിലൊക്കെ ഇച്ചിരി അഴുക്ക് തോന്നുന്നുണ്ട് എനിക്ക്. അഴുക്കില്ലെങ്കിൽ ഞാൻ നോർമൽ വാഷേ എടുക്കാറുള്ളൂ, അല്ലെങ്കിൽ ഇത് തന്നെ കൊടുക്കാറുണ്ടേ. ഓക്കെ, ഇനി അതൊരൊട്ടൊന്ന് സെറ്റായിക്കോട്ടെ, നമുക്ക് പോവാം. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുട്ടിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ ഇരുന്നതും കൂടെ പൊരിച്ച് ധ്യാനിച്ച് അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പുട്ടും ചിക്കൻ പൊരിച്ചതും കട്ടനും. ഓക്കെ, അപ്പം നമ്മൾ കഴിച്ചിട്ട് വരാം. എൻ്റെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ആവി കയറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് ചിക്കൻ ഇരുന്ന് എടുത്ത് സവാളയൊക്കെ ഇട്ട് ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു വിഴുക്ക് വരട്ടി അടുപ്പിൽ ഇരിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം തീർന്ന് ഞാൻ അടുക്കളയൊക്കെ ഒതുക്കി. അവൻ്റെ മീൻ കറി ഇവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. നമ്മുടെ ലിയോനെ അവിടെ കുളിപ്പിക്കുന്നുണ്ട്. ലിയോ കുളിക്കുന്നു, ധ്യാനും അവിടെ പറത്തുന്നു, കുമ്പള പറത്തുന്നു. എനിക്ക് കയറി വരുന്നു, ട്യൂഷന് പോകാനുള്ളതാണ്. എന്തിന് ചുമ്മാ ഞാൻ അവിടെ സമാധാനത്തിരിക്കുന്ന അമ്മാമേൻ്റെ സമാധാനം കളയാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. ഞാൻ അവിടെ പോയി കിടന്ന് ഫ്രണ്ടിൽ കിടന്ന് വെയിലത്ത് കിടന്നാണ് എനിക്ക് മനസ്സിലായി. കൈ കിടന്ന് സാധനം വെച്ചിട്ട് പോകും. അത് തന്നെ. ഹലോ, അപ്പം വലിയ ഓട്ട പ്രദർശനമൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. 1:30 ധ്യാനസ് ട്യൂഷൻ ഉണ്ട്. രാവിലെ മൊത്തം കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തം ഞാൻ ജനലും പൊടിയൊക്കെ ആയിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇറങ്ങിയപ്പോഴത്തേക്ക് ലേറ്റായി. ഇങ്ങനെ പിന്നെ പെട്ടെന്ന് അവന് വിട്ട് ഞങ്ങൾ കഴിച്ചതുമില്ല. ജാനൂസിനെ പെട്ടെന്ന് വിട്ടേക്കാം. അപ്പോൾ ഇനി നമ്മൾ ചോറിക്കട്ടെ. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ചോറുണ്ട്. ഇത് ഇന്നലെ ചിക്കൻ്റെ കുറച്ച് ഭാഗമാണ് കേട്ടോ. അതിൻ്റെ നല്ല ഭാഗങ്ങൾ ഞാനൊരു റെസിപ്പി ചെയ്യാനായിട്ട് മാറ്റി വെച്ചേക്കുകയാണ്. അതിൻ്റെ കുറച്ച് എല്ലാ ഭാഗങ്ങൾ ഒരാൾക്ക് കൊടുത്ത് ചക്കക്കുരു വിഴുക്ക് വരട്ടി മീൻ കറി. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ ചോറ് തിന്നുന്നു ഗൈസ് ഉച്ചയ്ക്ക്. എൻ്റെ ചോറിലൊരു തലയുണ്ട്, ചൂരത്തല. ചക്കക്കുരു വിഴുക്ക് വരട്ടി ഒരു പ്രാവശ്യം കാണിച്ച് അങ്ങനെ കൊച്ചിനെ പഠിക്കാൻ വിട്ടിട്ട് നമ്മളോട് ചോറില്ല. ടി വി ഇട്. ഹലോ, അപ്പോൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ച് കിടന്നാണ്. പക്ഷേ ഉറങ്ങിയില്ല. കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാണ്ട്, അതൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കിടന്ന് മയങ്ങി വന്നപ്പം ധ്യാനൂസ് വിളി വന്നു. അങ്ങനെ ധ്യാനൂസിനെ വിളിക്കാനായിട്ട് പോയേക്കാണ്. അപ്പോൾ വരുമ്പോഴത്തേക്ക് സമൂസ ഉണ്ടാക്കി വെച്ചേക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. 4 മണിയായി, ഞാൻ എണീറ്റില്ല ഇതുവരെ. വരട്ടെ, വരുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സമൂസ എന്നതായിരിക്കും വരുന്നത്. വന്നു ഗൈസ്, വരുന്നുണ്ട്. ഞാൻ ഇവിടെ ഉറക്കം നടിച്ച് കിടക്കണം. വീഡിയോ എടുത്ത് കിടന്ന് ഉറങ്ങുന്നതൊക്കെ അഭിനയിക്കല്ലേ. വായും തുറന്ന് നീക്കിയാണ് കണ്ടിരിച്ചത്. എന്തായാലും പഠിച്ച അമ്മയുടെ മുത്ത് അവൻ്റെ വീഡിയോ എടുക്കണം. അതവിടെ കൊണ്ടുപോയി. നീ ആവശ്യം അതൊക്കെ എടുക്കണം. എന്തിനാണ്? റോസ്മേരി വാട്ടർ. ഞാൻ അന്നുകൂടെ ഓർമ്മ കാണും. എന്തായാലും പഠിച്ച് എന്തിനാ സമൂസ വാങ്ങിച്ചില്ല. സമൂസ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കണം. പോയിട്ട് വരും. 4 മണി ആവണ്ടേ സമൂസ ഉണ്ടാക്കാൻ? ചെറുക്ക എന്നെ മണ്ടക്കരുത്. സമൂസ ഉണ്ടാക്കാൻ ഇല്ലെങ്കിൽ
താങ്ക് യു. തിരുവല്ലോ ആ ഉണ്ടാക്കിയിട്ട് തിന്നണ്ട. നീ വല്ല പഠിച്ചാ 2 വർഷമെങ്കിലും. ഓ ജി ആ ഓയ്ക്കുള്ളത് മൂളന് പെൻസിൽ വാങ്ങിച്ചാ ബുക്കുകളെല്ലാം തിരിച്ചു കൊണ്ടത് എനിക്ക് അതറിഞ്ഞാൽ മതി. നാളെ സ്കൂളിൽ പോവാളാണ്. ആ തന്നെ റബ്ബർ കട്ടയൊക്കെയാ. ആ പോയി എടുത്ത് കാണിക്കും. തൊണ്ടി പോലെ എല്ലാം കാണിച്ചിട്ടിരുന്നാ ഇനി ചെറുക്കാ പോയെടുത്ത് എല്ലാം ഉണ്ടാ നോക്കട്ടെ. ചെറുക്കനെ കാണാൻ നിവർത്തിയല്ല ഗൈസ്. എനിക്കൊന്ന് സ്കൂൾ തുറന്നിട്ട് ഒരു 10-50 റബ്ബർ കട്ടയൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. ഒരു സാധനം കൊണ്ടുപോയി തിരിച്ചുകൊണ്ട് വരില്ല. നമുക്ക് ധ്യാനിച്ച് കുറച്ച് സമൂസ ഉണ്ടാക്കാം. സമൂസ ലീഫ് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനൊരു 2 ഉള്ളി എടുത്ത് ചോപ്പ് ചെയ്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് തവയിലാക്കി നല്ല പോലെ ഒന്ന് ഭയങ്കര ഒരു പച്ചപ്പ് മാറി ഒന്ന് ചെറിയ ഇതാവയാൽ മതി കേട്ടോ. കാരണം കുറച്ച് ചിക്കൻ്റെ വാങ്ങിച്ച് നമുക്കിപ്പം ഷവായിയൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ട് കൊച്ചിങ്ങൾക്ക് സമൂസയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ചിക്കൻ വാങ്ങിക്കുക അരപ്പ് ഇരട്ടി പൊരിച്ച് അങ്ങനെ കിടക്കാൻ മെനക്കെടുന്ന സമയത്ത് നമ്മൾ ഷവായിയൊക്കെ വാങ്ങിക്കുന്ന ദിവസങ്ങളിൽ കുറച്ച് ചിക്കൻ എടുത്ത് കുറച്ച് മാംസഭാഗം ഉണ്ടല്ലോ അതെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സമൂസയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ. സമൂസയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഐറ്റമാണ് സമൂസ. അപ്പോൾ നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ നല്ല വെളിച്ചെണ്ണയിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഇതിപ്പം ജസ്റ്റ് ഒന്ന് ആവുമ്പോൾ ഇത് മുട്ടയും കൂടെയൊക്കെ പൊട്ടിച്ചൊഴിക്കാം. ഓക്കെ, വഴിയെ ഞാൻ കാണിക്കാം. അപ്പോൾ നമ്മുടെ അകത്തുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സമൂസ ലീഫ് കൂടെ ഉണ്ട്. പക്ഷേ കുറച്ചാളോട് ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ നിന്നോട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന കേട്ടോ. അത് മടങ്ങുമൊന്നും എനിക്കറിയത്തില്ല. ചെറുക്കൻ എന്നെ റെഡിയാക്കും. പിന്നെ അതൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗോതമ്പ് കലക്കിയത്. ഇത്രയേ ഉള്ളൂ. എൻ്റെ സമൂസ ലീഫ് നിങ്ങളത് കാണണം കൂട്ടുകാരി. ഫ്രിഡ്ജിൽ വെച്ചതാണോ അത് മടങ്ങുന്നില്ല, പൊടിഞ്ഞു പോകുന്നു. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ കുറച്ചാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പൊരിച്ചെടുക്കാം. അല്ലേ ഗൈസ്? ഒരു സമൂസ ഇട്ട് പൊരിക്കാനുള്ള എണ്ണയെ ഒഴിച്ചുള്ളൂ. കാരണം ഈ ഒരു അവസ്ഥയിൽ ഇരിക്കരുത്. എന്തായി വരുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ കുറച്ച് എണ്ണ വെച്ചിട്ട് നമുക്ക് ഓരോന്നോരോന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചിറക്കാൻ എൻ്റെ സമൂസ ഇവിടെ സൂപ്പറായിട്ടിരിക്കണം കേട്ടോ. ലിയോ താഴെ ഇരിക്കുന്ന കടിച്ചു പിടിക്കാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സമൂസ പൊളിഞ്ഞ് പോകുന്നത് ഞാൻ വിചാരിച്ചു. പക്ഷെ പൊളിഞ്ഞില്ല കേട്ടോ. തിന്ന് കാണിക്കാൻ പക്ഷെ നല്ല ചൂടുണ്ട്. അപ്പോൾ നമുക്ക് അതിക്ക് ലിയോയ്ക്ക് കൊടുക്കാം. ആദ്യത്തെ പരീക്ഷണമാണ്. എൻ്റെ എല്ലാ പരീക്ഷണത്തിനും ഫസ്റ്റ് വിടവേണ്ട. ഒരു കുഴപ്പമില്ല. 4 കാര്യം നടക്കില്ലേ അല്ലേ? വേണോ വാങ്ങിത്തറത്? കടിക്കരുത്. കൊള്ളാമോ? ടേസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഗുഡ് ബോയ്. എന്നെ കൊള്ളാൻ അറിയിക്കരുത്. അപ്പോൾ ഗൈസ് ഞാൻ വയലിൻ ക്ലാസ് ഇന്നിവിടെ ഒരാൾ വരുന്നില്ല. ജോലിയുണ്ട് ജോലി. അപ്പോൾ നമ്മൾ പോയിട്ട് വരാം. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഒരു 8-8:15 ആയപ്പോൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ ധ്യാനത്തോട് തിരിച്ച് വീട്ടിൽ നിന്ന് വരികയാണ്. രാത്രി 8:15 മണിയായി ഗൈസ്. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.